എന്നിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ഇങ്ങനെ മേലെ ചവിട്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചവിട്ടും. പതുക്കെ ചവിട്ടിയാൽ ആദ്യം. സത്യം 2 വീലർ ബാലൻസ് ഉണ്ടല്ലോ. 2 വീലർ ബാലൻസ് ഇങ്ങനെ ചവിട്ടിയാണ് 2 വീലർ ബാലൻസ് ആയത്. അത് ഇങ്ങനെ എങ്ങനെ തൊന്നു അല്ല ഇങ്ങനെ ചവിടണം കേട്ടോ. ചവിട്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് മേലെ വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടം പതുക്കെ. ഞാൻ പിടിക്കൂല, നീ ചവിട്ടിയത്. ഞാൻ ഇത്ര നേരം പിടിച്ച്, ഇനി അങ്ങനെ പിടിച്ചങ്ങ് കോളാക്കണ്ട. അല്ല വലത് കാലം കൊണ്ട് കൊന്നി. പോട്ടെ. വലത് കാലം കൊണ്ട് ചവിട്ട് മക്കളെ. ചവിട്ടണം. ചവിട്ടിയിട്ട് ഇടത് കാല് പതുക്കെ പൊക്കി മേലോട്ട് വയ്ക്കണം. ചവിട്ടടാ കുഞ്ഞാ. പെറ്റിലും പൊട്ടിച്ച്. നീ ഇന്നൊന്നും പഠിക്കണ പോടില്ല. എടാ ചവിട്ടടാ, തുഴയാതെ ഇങ്ങനെ. വലത് കാലം കൊണ്ട് ചവിട്ട്. പൊട്ടിയിരിക്കണം. ഇവിടെ പൊട്ടിയിരിക്കണം. അത് നീ ഇന്നലെ തള്ളിയിട്ടേ അല്ലേ? വണ്ടി നിർത്തിയിട്ടപ്പോൾ നീ എങ്ങനെ മറിഞ്ഞു? നീ തന്നെ വിട്ടത്. സ്റ്റാൻഡ് വയ്ക്കാതെ നീ മറിച്ചിട്ട്. സ്റ്റാൻഡ് വെച്ച് നീ മറിഞ്ഞില്ലായിരുന്നു, പൊട്ടൂലായിരുന്നു. ഇന്നലെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഇന്നാണ് സ്റ്റാൻഡ് ഇല്ലാത്തത്. ഇന്നലെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് വച്ചിട്ടാ. ഓ എടാ ഇടി വാങ്ങിക്കുന്നതിൻ്റെ ചേട്ടാ കള്ളൻ. കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? എന്തിനാ? എടാ അത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത് ചെറിയ അമ്മൂമ്മമാരൊക്കെ ഇല്ലേ, അവർ ജോലിക്ക് പോകണ എൻ്റെ സംഭവം. തൊഴിലുറപ്പ് പദ്ധതി വേണ്ട പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ബോർഡ്. എടാ നീ അത് നോക്കാൻ വന്നത് സൈക്കിൾ ഓടിക്കാൻ വന്നതാടാ. എടാ ആദി എവിടെ പോണ്? അത് ബോർഡ് ഇരിക്കട്ട്. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ വന്നേല്ലേ, അപ്പോൾ സൈക്കിളല്ലേ പഠിക്കണ്ടേ? ഒരു റൗണ്ട് ഓടിച്ചാൽ പഠിക്കുമെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ ചെയ്തോ. ഓ ശരി, 2 റൗണ്ട് ഓടിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന്. ഓ എന്താ ചെയ് പഠിക്കണ്ടേ അപ്പോൾ സൈക്കിള്? എത്ര നാളുകൊണ്ട് സൈക്കിൾ ഓടിക്കണേ നീ? 3 സൈക്കിളും ഉണ്ട്. എന്നാൽ സൈക്കിൾ ഓട്ടാൻ അറിഞ്ഞൂടാ. ഇവിടെ തന്നെ 2 ഇരിക്കുകയില്ലേ? അവിടെ ഒരു സൈക്കിൾ ഇരിക്കുകയില്ലേ? അത് ചെറിയ സൈക്കിൾ പണ്ട് വാങ്ങിച്ചിരിക്കുകയല്ലേ? 4 സൈക്കിളുണ്ട്. അതേ 4 സൈക്കിൾ ശരിയാണ്. ഇവിടെ 2 സൈക്കിൾ, അവിടെ 2 സൈക്കിൾ. സൈക്കിൾ ഓട്ട് അറിവിടാ. പക്ഷേ എന്തുവാടേ അതെ തന്നെ. പക്ഷേ സൈക്കിൾ ഓട്ട് അറിവിടാ. തിരിക്കി ഓട്ടിക്കണവരും ചുമ്മാ എടുത്ത് 2 വീലർ ഓട്ടിക്കണമല്ല. അവർ സൈക്കിൾ ഓട്ടിച്ച് പതുക്കെ ഓട്ടിച്ച് സൈക്കിൾ ബാലൻസായി. അങ്ങനെയാണ് 2 വീലർ ഓട്ടിക്കണത്. സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിലും 2 വീലർ ഓട്ടിക്കാം, പക്ഷേ കുറച്ച് സമയം എടുക്കും 2 വീലർ പഠിക്കാൻ. ഇത് നിന്ന് ചെറുതിലെ സ്കൂളിലൊക്കെ പോകണ്ടേ ഇനിയിപ്പോൾ പഠിച്ച് പഠിക്കണോ? നാളെയും ഇത് മക്കൾ ആദ്യം നമുക്ക് പഠിക്കണം. ഇതെങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ളത് തോന്നുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവണം, എങ്കിലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിളും കൊണ്ട് സ്കൂളിലൊക്കെ പോകാമല്ലോ. മനസ്സിലായില്ലേ? സൈക്കിൾ പോലെ സ്കൂളിൽ പോവാം. ഏത്? ഓ
അവർ ചുമ്മാ ഇരുന്നപ്പോൾ ഇന്നിപ്പോൾ സൈക്കിൾ ഓടിക്കാം എന്നും കൊണ്ട് എടുത്തിട്ട് ഓടിച്ചതല്ല. ഒരു പതുക്കെ പതുക്കെ സൈക്കിൾ ഓടിച്ച് സൈക്കിളിൽ നിന്ന് വീണ് ഇതൊക്കെ അങ്ങനെ തന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുള്ളൂ. അപ്പോൾ സൈക്കിൾ വീണൊക്കെ പഠിക്കണ്ട. അത് വീഴാതെയും പഠിക്കാം. അച്ഛനൊക്കെ ഒരുപാട് വീണിട്ടുണ്ട് സൈക്കിളിൽ നിന്നൊക്കെ സൈക്കിൾ ഓടിച്ചപ്പോൾ. ഇങ്ങനെ പറഞ്ഞു തരാൻ ആരും ഇല്ലെന്നില്ലേ. വാ ഓട്ടിക്ക് ഓട്ടിക്ക്. അത് ചേർത്ത് വയ്ക്ക്. ഇരിക്കും അതിനിരിക്കും. ഭയങ്കര മടിയാണ് കേട്ടോ നീ പഠിക്കാൻ. എന്തോ മടി ചെയ്താ വണ്ടി നീ മടിയനാണ്. പഠിക്ക ടൂ വീലർ ഓട്ടിക്കാൻ പഠിക്കണം. ടൂ വീലർ ഓട്ടിക്കാൻ അറിഞ്ഞണമെങ്കിൽ നീ പിന്നെ എന്തോ 4 വീലർ ഓടിക്കാൻ പോണം. 4 വീലർ ഇപ്പോൾ ഓടിക്കാം നിനക്ക്. 2 വീലർ ഓട്ടിച്ച് പഠിക്കണം. അത് ബാലൻസ് ആവണം. നമ്മൾ കൂടെ പഠിക്കണം എന്നുള്ളത് വേണം. കാട്ടിനടുത്ത് ഇറങ്ങി പോണം. ഇത് കാടാണ്. അങ്ങോട്ട് ഇടവഴിയാണ്, അതങ്ങോട്ട് പോകാൻ പാടില്ല.